പി.വി. അൻവർ എം.എൽ.എക്കെതിരെ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തൽ സമൂഹത്തിൽ സംഘർഷമുണ്ടാക്കാനുള്ള എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കോട്ടയം കറുകച്ചാൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നെടുങ്കുന്നം സ്വദേശി തോമസ് പീലിയാനിക്കൽ നൽകിയ പരാതിയിലാണ് നടപടി. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഇതുവരെ കേസെടുക്കാതിരുന്ന സംസ്ഥാന പോലീസും സർക്കാരും ഇന്ന് നിലമ്പൂരിൽ അദ്ദേഹം പൊതുസമ്മേളനം സംഘടിപ്പിക്കുമെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ ചോർത്തലിൽ കേസെടുത്തിരിക്കുന്നുവെന്ന വാർത്ത വരുന്നു. അതിന് നെടുങ്കുന്നത്തെ തോമസ് പീലിയാനിക്കൽ പരാതി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു സംഘടിതമായൊരു ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? കറുകച്ചാൽ പോലീസ് എടുത്ത കേസിൽ കാര്യമായി നിലനിൽക്കുന്ന വകുപ്പുകളുണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ? ഒരുപക്ഷെ ഇദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന പരസ്യമായി നടത്തിയിട്ട് എത്രയോ ദിവസങ്ങളായി, ആഴ്ചകൾ തന്നെയായി എന്ന് വേണമെങ്കിൽ പറയാം. താൻ ആ ഫോൺ ചോർത്തിയെടുത്ത് അങ്ങനെ ഒരു ഫോൺ കോൾ എനിക്ക് കിട്ടിയത് മഹാഭാഗ്യമായി എന്ന് വരെ പി.വി. അൻവർ എം.എൽ.എ ഈ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, അതായത് ഒരാളിൻ്റെ സ്വകാര്യത എന്ന് പറയുന്ന ഏറ്റവും പരമമായ കാര്യമാണെന്ന് സുപ്രീം കോടതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ ടെലിഫോൺ സംഭാഷണം ചോർത്തിയെടുത്തു എന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവന പി.വി. അൻവർ എം.എൽ.എ നടത്തുന്നതും. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അവിടെ കൊണ്ട് തീരുമെന്ന് കരുതിയവർക്ക് തെറ്റി. പിന്നീട് അദ്ദേഹം നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കുമൊക്കെ അലോസരം ഉണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം കോട്ടയം കറുകച്ചാലിലെ പോലീസ് അദ്ദേഹത്തിനെതിരെ ഫോൺ ചോർത്തൽ കേസെടുത്തിരിക്കുന്നു. ഫോൺ ചോർത്തൽ തീർച്ചയായിട്ടും കൊടിയ കുറ്റമാണ്. അതിന് കടുത്ത ശിക്ഷയാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ടോബി, അല്പനിമിഷങ്ങൾക്കകം ടോബി നമുക്കൊപ്പം ചേരും. അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ ചോർത്തൽ സമൂഹത്തിൽ സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം എന്നീ കുറ്റങ്ങളാണ്. പോലീസ് ഓഫീസേഴ്സിൻ്റെ ഫോണാണ് ചോർത്തിയത്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം പി.വി. അൻവർ നടത്തി എന്ന രീതിയിലാണ് പോലീസ് ഇപ്പോൾ കറുകച്ചാൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോട്ടയത്തെ ഒരാളിൻ്റെ തോമസ് പീലിയാനിക്കലിൻ്റെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ ഇന്ന് നിലമ്പൂരിൽ നടക്കുന്ന വലിയ സമ്മേളനം, ഒരുപാട് ആളുകൾ ഈ പാർട്ടിയുടെ അനുഭാവികളും പാർട്ടി പ്രവർത്തകരും തമ്മിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ നിയമപരമായ ഒരു കേസ് എടുക്കാനുള്ള ശ്രമം എന്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ പി.വി. അൻവർ പറഞ്ഞ പല കാര്യവും ഇന്ത്യൻ ശിക്ഷാ നിയമം, നേരത്തെയുള്ള നമ്മുടെ പുതിയ ന്യായ സംഹിത അനുസരിച്ച് തന്നെ യഥാർത്ഥത്തിൽ ശിക്ഷ അർഹിക്കുന്ന കുറ്റങ്ങളാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ടോബി, കറുകച്ചാലിലെ അദ്ദേഹത്തിന് പരാതി കൊടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച തോമസ് പീലിയാനിക്കൽ എന്ന് പറയുന്ന ആളിന്, പരാതിക്കാരന് ഇങ്ങനൊരു കേസ് കൊടുക്കണമെന്ന് തോന്നാൻ കാര്യമെന്താണ്? അതും ഇത്രയും വൈകി ഇതിന് ശേഷം. എസ്.കെ., നമുക്ക് ലഭിച്ച ഒരു വിവരം അനുസരിച്ച് 1-ാം തീയതി പി.വി. അൻവർ നടത്തിയ ആ ഒരു പത്രസമ്മേളനം മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിയിലേക്ക് ഈ തോമസ് എന്ന് പറയുന്ന നെടുങ്കുന്നം സ്വദേശി പോയിരിക്കുന്നത്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ചും ഈ പോലീസിൻ്റെയൊക്കെ ഫോൺ ചോർത്തി എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ശരിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു പരാതി കറുകച്ചാൽ പോലീസിൽ ഇദ്ദേഹം നൽകിയത്. ഇന്നലെ അദ്ദേഹത്തെ വിളിച്ച് കറുകച്ചാൽ പോലീസ് വിശദമായിട്ടുള്ള ഒരു മൊഴി രേഖപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഫോൺ ചോർത്തൽ അടക്കമുള്ള കേസുകൾ വെച്ചുകൊണ്ട് ഒരു കേസിലേക്ക് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ രണ്ട് കാര്യങ്ങളാണ്. ഒപ്പം തന്നെ സമൂഹത്തിൽ സംഘർഷമുണ്ടാകുന്ന തരത്തിലുള്ള ചില നിലപാടുകൾ സ്വീകരിച്ച ഈ ഒരു വാർത്താ സമ്മേളനം നടത്തിയതിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വകുപ്പ് കൂടി ചേർത്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പി.വി. അൻവറിന്റെ ഈ പരസ്യ പ്രസ്താവനകൾക്ക് ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന നടപടിയായിട്ട് വേണം ഇതിനെ കാണാൻ. കേരളത്തിൽ മറ്റെവിടെയും ഇത്തരത്തിലുള്ള ഒരു കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അന്ന് തന്നെ അൻവർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അൻവറിന്റെ വാർത്താ സമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ, പോലീസ് നടപടികൾ വേണം, അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കേസ് അൻവറിനെതിരെ പോലീസ് എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ചർച്ചകളിലേക്ക് പോകും, അല്ലെങ്കിൽ വലിയ ചർച്ചകളിലേക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു പരാതി വരാൻ പോലീസ് നോക്കിയിരിക്കുകയായിരുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ വരും മണിക്കൂറുകളിൽ അൻവർ ചോദിച്ചേക്കാം. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കേസിലേക്ക് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.